അങ്ങ് ദൂരെ ചേപ്പൂക്ക് മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്ന സഞ്ജു സാംസൺ. അതെ, അതൊരു വല്ലാത്ത കാഴ്ചയാകും. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഇന്നിതാ ഒഫീഷ്യലായി CSK പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അവസാനം സഞ്ജു CSK ടീമിൽ എത്തിയിരിക്കുകയാണ്. CSKയുടെ ടോപ്പ് ഓർഡർ സെറ്റായി ക്യാപ്റ്റൻസി പോലും വിശ്വസിച്ച് സഞ്ജുവിന് കൊടുക്കാൻ പറ്റൂ. CSK ഒരു അസറ്റാണ് സഞ്ജു. 4 കൊല്ലത്തേക്ക് CSK സേഫായിരിക്കുന്നു. ഇനിയിപ്പോ ധോണി വിരമിച്ചു പോയാലും സുരക്ഷിതമായ കൈകളിൽ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലാസ് കൊടുത്തിട്ടാണ് അയാൾ പോകുന്നത്. IPL താരലേലത്തിന് മുന്നോടിയായി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിൽ ഒന്നായാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുന്നത്. പകരം ഓൾറൗണ്ടർ ജഡേജയും ഇംഗ്ലണ്ട് താരം സാം കറനും ചെന്നൈയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലെത്തി. കഴിഞ്ഞ വർഷം 12 കോടി രൂപക്കാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയത്. ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തുമ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ സീസണിന്റെ പാതിയിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത MS ധോണി തന്നെയാകും ഇത്തവണയും ടീമിനെ നയിക്കുകയെന്നാണ് വിവരം. എന്നാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജു തന്നെയാകും കളിക്കുകയെന്നും സൂചനയുണ്ട്. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ IPL അരങ്ങേറ്റം കുറിച്ച സഞ്ജു 2013 രാജസ്ഥാനിലെത്തുന്നത്. പിന്നീട് 2 സീസണുകളിൽ ഡൽഹിക്ക് വേണ്ടി കളിച്ച ശേഷം 2018 വീണ്ടും രാജസ്ഥാനിലേക്ക് മടങ്ങിയെത്തി. 2021 രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റു. 2022 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഇടക്ക് വെച്ച് ധോണിക്ക് തിരികെ നൽകേണ്ടി വന്ന ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് ക്യാപ്റ്റൻ റോളിലാണ് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലേക്ക് വരാമെന്നതായിരുന്നു ജഡേജയുടെ പ്രധാന ആവശ്യം. ഇത് അംഗീകരിച്ച രാജസ്ഥാൻ മറ്റൊരു മികച്ച ഓൾറൗണ്ടറെ കൂടി ആവശ്യപ്പെട്ടപ്പോഴാണ് ഇംഗ്ലണ്ട് താരം സാം കറന് നറുക്കു വീണതും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലെത്തിയതും. CSK എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രധാനമായും MSD ടീമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഫാൻ ബേസ് അത് നിലനിർത്താൻ ഒരു പരിധിവരെ സഞ്ജുവിനെ കൊണ്ട് സാധിക്കും എന്നതാണ്. ഇപ്പോൾ തന്നെ രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ളവരിൽ 90% സഞ്ജു ആരാധകർ തന്നെയാണ്. ഈ വാർത്ത സജീവമായ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല വാർത്തകൾക്കടിയിലും സഞ്ജു എവിടെയാണോ അവിടെയാണ് ഞങ്ങളെന്ന് പറയുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ബാറ്റിങ്ങിൽ വലിയ ഇമ്പാക്റ്റ് കാണുന്നില്ല. പ്രായത്തിൻ്റെതായ മാറ്റങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ആക്റ്റീവായിട്ടുള്ള വിക്കറ്റ് കീപ്പർമാരെക്കാളും ഭേദം സഞ്ജു തന്നെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ക്യാപ്റ്റൻസി വഹിക്കാനും കഴിവുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ധോണിക്ക് പകരം സഞ്ജു തന്നെയാണ് മികച്ചത്. കേരളത്തിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ചു വീണ് നോർത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോബികളുടെ സ്വജന പക്ഷാപാതത്തെ ഗ്രീസ് വിട്ടിറങ്ങി സിക്സർ പരത്തിയ മലയാളികളുടെ അഭിമാനബോധത്തിന്റെ പേര് കൂടിയാണ് സഞ്ജു വി സാംസൺ. സെലക്ഷൻ ട്രയൽസുകളിൽ തുടർച്ചയായി തന്റെ മകനെ നോർത്ത് ഇന്ത്യൻ സെലക്ടേഴ്സ് അവഗണിക്കുന്നത് കണ്ട് ഡൽഹി പോലീസിലെ ജോലിയും ഉപേക്ഷിച്ച് ആ മകനെയും കൊണ്ട് കേരളത്തിലെത്തിയ ഒരു പിതാവുണ്ട്. പേര് സാംസൺ വിശ്വനാഥൻ. ആ അച്ഛന്റെ മകൻ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കമായ IPL ഇതിഹാസങ്ങൾ ഭരിച്ചിരുന്ന ഒരു ടീമിന്റെ നായകനാണ്. അവഗണനകളുടെയും നിർഭാഗ്യത്തിന്റെയും മാലയിൽ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ പേരാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ഒരൊറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളിച്ച അത്ഭുത ബാലനല്ലയാൾ. സഞ്ജു പിന്നിട്ട വഴികൾക്ക് അത്രയേറെ വിയർപ്പു തുള്ളികളുടെ കഥകൾ പറയാനുണ്ട്. ഡൽഹിയിലെ ഏതൊരു മുക്കിലും മൂലയിലും ക്രിക്കറ്റാണ്. വൈറ്റ് ആൻഡ് വൈറ്റുമിട്ട് ക്രിക്കറ്റ് കിറ്റുമായി നടക്കുന്ന കുട്ടികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ നഗരം. അവിടെയാണ് കേരളത്തിൽ നിന്നെത്തിയ സഞ്ജു എന്ന 12കാരൻ ക്രിക്കറ്റ് എന്ന സ്വപ്നവുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. സഞ്ജുവിനെയും കൊണ്ട് അച്ഛൻ സാംസൺ പോകാത്ത സെലക്ഷൻ ട്രയൽസുകളില്ല. പക്ഷേ പ്രതിഭ പലതവണ തെളിയിച്ചിട്ടും സഞ്ജുവിന് ഡൽഹി അണ്ടർ 13 ടീമിലേക്കുള്ള വാതിൽ സെലക്ഷൻ കമ്മിറ്റിയിലെ നോർത്ത് ഇന്ത്യൻ ലോബികൾ തുറന്നുകൊടുത്തില്ല. എന്നാൽ തോറ്റുകൊടുക്കാൻ ആ അച്ഛൻ ഒരുക്കമല്ലായിരുന്നു. ഒടുവിൽ ഒരു ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. മകനെയും കൊണ്ട് തിരികെ കേരളത്തിലേക്ക് മടങ്ങുക. അവിടെ അവന്റെ പ്രതിഭ അംഗീകരിക്കപ്പെടും. ആലോചിച്ചു നിൽക്കാൻ സാംസൺ വിശ്വനാഥ് സമയം പാഴാക്കിയില്ല. ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തെ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നാലെ ഡൽഹി പോലീസിലെ ജോലിയും ഉപേക്ഷിച്ച് മകന് വേണ്ടി
സാംസൺ വിശ്വനാഥും കേരളത്തിലെത്തി. കഥ തുടങ്ങിയത് അവിടെ നിന്നാണ്. വർഷം 2007. സഞ്ജുവിന്റെ ക്രിക്കറ്റ് ജാതകം തന്നെ മാറ്റിയെഴുതപ്പെടാൻ തുടങ്ങിയ ദിവസമായിരുന്നു അന്ന്. ഡൽഹിയുടെ സെലക്ഷൻ കമ്മിറ്റി ചുവന്ന മഷിയിൽ തീർപ്പു കൽപ്പിച്ച ആ പേര് കേരള അണ്ടർ 13 ലിസ്റ്റിൽ ഇടം പിടിച്ചു. വെറും ടീമംഗമായല്ല, കേരള ടീം ക്യാപ്റ്റനായിരുന്നു സഞ്ജു സാംസന്റെ പേര് അവിടെ എഴുതി ചേർത്തപ്പെട്ടത്. 108 റൺസ് ആവറേജോടെ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം കൂടി നേടിയാണ് ആ ടൂർണമെന്റ് സഞ്ജു സാംസൺ എന്ന ബാറ്റിംഗ് സെൻസേഷൻ അവസാനിപ്പിച്ചത്. ഡൽഹിയിൽ ക്രിക്കറ്റ് പരിശീലനത്തിനായി പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നേരിട്ട കളിയാക്കലുകളെ കുറിച്ച് ഗൗരവ് കപൂറുമായുള്ള ഒരു അഭിമുഖത്തിനിടെ സഞ്ജു പറയുന്നുണ്ട്. അന്ന് പരിശീലനത്തിനായി പോകുമ്പോൾ അച്ഛനോ അമ്മയോ ആയിരിക്കും ക്രിക്കറ്റ് കിറ്റും ബാഗുകളും പിടിക്കുക. കിറ്റ് ബാഗിന്റെ ഭാരം കാരണം എനിക്കന്ന് ഒറ്റയ്ക്ക് പിടിക്കാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ദേ സച്ചിനും അവന്റെ അച്ഛനും അമ്മയും പോകുന്നു, ഇവനെ ടെണ്ടുൽക്കറാക്കി കളയുമോ എന്നെല്ലാം കമന്റ് അടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മക്കും ഉറപ്പായിരുന്നു ഒരിക്കൽ ഞാൻ ഇന്ത്യക്കായി കളിക്കുമെന്ന് സഞ്ജു പറഞ്ഞു. സ്കോർ കാർഡുകൾ മാത്രം നോക്കി കളിയെ വിലയിരുത്തുന്നവർക്കൊരു പക്ഷേ സഞ്ജു മത്സരങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ബോധ്യപ്പെടണമെന്നില്ല. എന്നാൽ നേരിടുന്ന ആദ്യ പന്ത് മുതൽ ഹാർഡ് ഹിറ്റിംഗ് നടത്താൻ തക്ക പ്രതിഭയുള്ള വിരലിലെണ്ണാവുന്ന ക്രിക്കറ്റ്മാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വെടിക്കെട്ട് ഓപ്പണറായിരുന്ന സെവാഗിനെ അടക്കം ഓർമ്മപ്പെടുത്തുന്ന ബാറ്റിംഗ് ശൈലിക്കുടമ. 10-12 വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെ അങ്ങ് തലസ്ഥാനത്ത് ക്രിക്കറ്റിന്റെ ഭാരപാഠങ്ങൾ കളിച്ചു പഠിച്ച താരമാണ് സഞ്ജു. അന്ന് നേരിട്ട അവഗണനകളെയെല്ലാം തല്ലി ബൗണ്ടറിക്ക് പുറത്തേക്കെറിഞ്ഞാണ് ഇന്നത്തെ സഞ്ജു സാംസൺ എന്ന താരം രൂപപ്പെട്ടത്. ആ വളർച്ച മനസ്സിലാക്കണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ IPL ഫ്രാഞ്ചൈസി അയാൾക്കിട്ട വില മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മതി. സാക്ഷാൽ ജോസ് ബട്ട്ലർക്കു മുകളിൽ 14 കോടി രൂപ മുടക്കിയാണ് സഞ്ജുവിനെ 2022 സീസണിൽ രാജസ്ഥാൻ നിലനിർത്തിയത്. ഇന്നിതാ 18 കോടിക്കാണ് സഞ്ജുവിനെ CSK സ്വന്തമാക്കിയത്. വിജയ് മർച്ചന്റ് ട്രോഫിയിൽ കേരളത്തിനായി 138 പന്തിൽ ഡബിൾ സെഞ്ചുറി അടിച്ചാണ് സഞ്ജു സാംസൺ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. പിന്നീട് കേരളത്തിന്റെ അണ്ടർ 16, അണ്ടർ 19 ടീമുകളെ നയിച്ച സഞ്ജു 2011 കൂച്ച് ബിഹാർ ട്രോഫിയിലെ തകർപ്പൻ പ്രകടനത്തോടെ ഇന്ത്യയുടെ അണ്ടർ 19 ടീമിലേക്ക് എത്തുന്നു. പക്ഷേ ഏഷ്യൻ കപ്പിൽ സഞ്ജു നിരാശപ്പെടുത്തി. അതോടെ അണ്ടർ 19 ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാൻ താരത്തിന് സാധിച്ചില്ല. എന്നാൽ തൊട്ടടുത്ത വർഷം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ കൗമാരക്കാരുടെ സംഘത്തിന്റെ വൈസ് ക്യാപ്റ്റനായാണ് സഞ്ജു തിരിച്ചു വന്നത്. പിന്നീട് അങ്ങോട്ട് സഞ്ജുവിന്റെ ദിവസങ്ങളായിരുന്നു. ഏഷ്യ കപ്പ് ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേട്ടം, ടീമിന് കിരീടവും നേടിക്കൊടുത്തു. തുടർച്ചയായി കീപ്പ് ചെയ്ത സഞ്ജുവിനെ ഒരിക്കൽ ഒഴിവാക്കിയ ലോകകപ്പ് ടീമിലേക്ക് തിരിച്ചു വിളിച്ചു. അതും ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി. 2014 ലോകകപ്പിൽ ഇന്ത്യയുടെ അണ്ടർ 90 ടീമിന്റെ ഉപനായകനായ സഞ്ജു സെലക്ടർമാരുടെ വിശ്വാസം കാത്തു. ഇതിനിടയിൽ IPLിലേക്കും സഞ്ജുവിന് വിളി വന്നു. 2012 സഞ്ജുവിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തി. പക്ഷേ സൈഡ് ബെഞ്ചിലിരുന്ന് കളി കാണാൻ മാത്രമായിരുന്നു സഞ്ജുവിന്റെ വിധി. എന്നാൽ ഒരു മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാൻ പറ്റാതെ പോയതിന്റെ എല്ലാ നിരാശയും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിലെത്തി സഞ്ജു സാംസൺ തീർക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഇന്ത്യയുടെ 17 അംഗ സ്ക്വാഡിലേക്ക് സഞ്ജു എത്തുന്നു. ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് വെളിയെത്തുന്ന 8ാമത്തെ മാത്രം മലയാളി താരം. പക്ഷേ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിനെ ആ സീരീസിൽ ഫൈനൽ 11-ൽ ഉൾപ്പെടുത്തിയില്ല. ആ പരമ്പര മുഴുവനും ഡഗൌട്ടിലിരുന്ന് കണ്ടു തീർക്കാനായിരുന്നു ആ 20കാരന്റെ നിയോഗം. അവിടെയും തീർന്നില്ല. അതേ വർഷം വിൻഡീസിനെതിരായ പരമ്പരക്കുള്ള ടീമിലും സഞ്ജുവിന് നറുക്കു വീണിരുന്നു. പക്ഷേ ആ പരമ്പര ഉപേക്ഷിക്കപ്പെട്ടു. വീണ്ടും കാത്തിരിപ്പ്. 2015 ലോകകപ്പിനുള്ള 30 അംഗ സാധ്യത ടീമിലും സഞ്ജുവിന്റെ പേര് വന്നു. എന്നാൽ അവസാന 15 അംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ വീണ്ടും പുറത്തേക്കായിരുന്നു. ദേശീയ ജേഴ്സിയിൽ നിർഭാഗ്യം തലക്ക് മുകളിൽ വന്നു നിൽക്കുമ്പോഴും സഞ്ജു പക്ഷേ IPLിൽ ലഭിച്ച അവസരങ്ങളെല്ലാം പൊന്നാക്കി. സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടും സഞ്ജുവിന് ദേശീയ ടീമിൽ അവസരം കൊടുക്കാത്തതിൽ ക്രിക്കറ്റ് നിരീക്ഷകർ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർത്തി. ഒടുവിൽ 2015 ജൂലൈയിൽ ആ വസന്തകാലം അവസാനിച്ചു. AB കുരുവിളക്കും ടിനു യോഹന്നാനും ശ്രീശാന്തിനും ശേഷം ഒരു മലയാളി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദേശീയ കുപ്പായം അണിഞ്ഞിരിക്കുന്നു.
സിംബാബ്വെക്കെതിരെ T20 പരമ്പരയിലായിരുന്നു സഞ്ജുവിന്റെ ഇന്ത്യൻ സീനിയർ ടീം ജേഴ്സിയിലെ അരങ്ങേറ്റ മത്സരം. പക്ഷേ അരങ്ങേറ്റത്തിൽ വീണ്ടും നിർഭാഗ്യത്തിന്റെ കരിനിഴൽ. 19 റൺസ് മാത്രം നേടി സഞ്ജു പുറത്താകുന്നു. പിന്നീട് പലതവണ ടീമിലേക്ക് വെളിയെത്തിയെങ്കിലും 2014 ദേശീയ ടീമിനായി അരങ്ങേറ്റം നടത്തിയ സഞ്ജുവിന് 8 വർഷത്തിനിടെ ഇന്നിതുവരെ ഇടക്കും മുറക്കുമായി ദേശീയ ജേഴ്സിയിൽ കളിക്കാൻ അവസരം കിട്ടിയത് 10 ഏകദിനത്തിലും 16 T20 മത്സരങ്ങളിലും മാത്രമാണ്. സ്ഥിരതയില്ലെന്ന മുട്ടപ്പോക്ക് ന്യായം നിരത്തി സഞ്ജുവിനെ പടിക്ക് പുറത്തു നിർത്തുന്ന സെലക്ടർമാർ 8 വർഷത്തിനിടെ അയാൾക്ക് നൽകിയ ആകെ അവസരങ്ങൾ കൈവിരലുകൾ ചേർത്തുവെച്ച് എണ്ണാവുന്നതിലും കുറവാണ്. അതേസമയം 2017 മാത്രം ഇന്ത്യൻ ടീമിലെത്തിയ സമകാലികനായ ഋഷഭ് പന്തിനാകട്ടെ ഇക്കാലത്തിനിടക്ക് 33 ടെസ്റ്റുകളും 27 ഏകദിനങ്ങളും 64 T20 മത്സരങ്ങളും 2 ലോകകപ്പുകളും കളിക്കാൻ അവസരം ലഭിച്ചു. പന്തിനോടുള്ള സെലക്ടർമാരുടെ വാത്സല്യവും സഞ്ജുവിനോടുള്ള അപരവൽക്കരണ സിദ്ധാന്തവും പലപ്പോഴും കല്ലുകടിയായി ആരാധകർ ഉയർത്തിക്കാട്ടി. പക്ഷേ ഇതൊന്നും അയാളുടെ പ്രകടനത്തെ തളർത്തിയില്ല. ഒരു ഭാഗത്ത് അവഗണന കൊണ്ട് അയാളെ തളർത്താൻ ശ്രമിക്കുമ്പോഴും ആഭ്യന്തര മത്സരങ്ങളിലും IPLിലും അയാൾ റൺസുകളും റെക്കോർഡുകളും വാരിക്കൂട്ടിക്കൊണ്ടേയിരുന്നു. രാജസ്ഥാൻ റോയൽസ് ജേഴ്സിയിൽ 2013 സഞ്ജുവിന്റെ ആദ്യ മത്സരം. പഞ്ചാബിനെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 27 റൺസും 3 ക്യാച്ചുകളും 1 റണ്ണൌട്ടും സ്വന്തം പേരിൽ കുറിച്ച് സഞ്ജു സാംസൺ എന്ന 19കാരൻ വരവറിയിച്ചു. അടുത്ത മത്സരം RCBക്കെതിരെയായിരുന്നു. 41 പന്തിൽ 63 റൺസുമായി വീണ്ടും ആ ടീനേജർ ഞെട്ടിച്ചു. അരങ്ങേറി 2ാം മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ചും. IPLിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ താരം. 11 ഇന്നിംഗ്സിൽ നിന്ന് 206 റൺസും 13 ക്യാച്ചുകളുമായി മിന്നുന്ന ഫോമിൽ സീസൺ അവസാനിപ്പിച്ച സഞ്ജു തന്നെയായിരുന്നു ആ ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള എമർജിംഗ് പ്ലെയർ ഓഫ് പുരസ്കാരം നേടിയത്. പ്രീമിയർ ലീഗിൽ പിന്നീട് സഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016 രാജസ്ഥാൻ റോയൽസിന് 2 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വന്നപ്പോൾ മാത്രമാണ് സഞ്ജു മറ്റൊരു ടീമിനായി പാഡ് കെട്ടിയത്. അത് ഡൽഹിക്കായിരുന്നു. ഡൽഹിയിലും സഞ്ജു തന്റെ പ്രതിഭക്കൊത്ത പ്രകടനം പുറത്തെടുത്തു. സഞ്ജുവിന്റെ കരിയറിലെ ആദ്യ IPL സെഞ്ചുറിയും ആ സീസണുകളിലാണ് പിറന്നത്. ധോണിയുടെ റൈസിംഗ് പൂനെ ജയൻസിനെതിരെയുള്ള സഞ്ജുവിന്റെ സൂപ്പർ ഡ്യൂപ്പർ ഇന്നിംഗ്സ്. 96 നിൽക്കെ ആദം സാംബയെ സിക്സറിന് തൂക്കി സെഞ്ചുറിയിലെത്തിയ സഞ്ജുവിന്റെ കോൺഫിഡൻസ് ലെവൽ ആ കളി കണ്ടവരാരും മറക്കില്ല. 2017 സീസണിൽ 386 റൺസുമായി സഞ്ജു ഡൽഹിയുടെ ടോപ്പ് സ്കോററുമായി. 2018 വീണ്ടും രാജസ്ഥാൻ IPLിലേക്ക് മടങ്ങിയെത്തി. ഇതിനോടകം സഞ്ജു തന്റെ പ്രകടനം കൊണ്ട് ഒറ്റക്ക് കളി തിരിക്കാൻ കഴിവുള്ള പ്ലേമേക്കർ ആയിക്കഴിഞ്ഞു. രാജസ്ഥാൻ തിരിച്ചുവരവിൽ വീണ്ടും സഞ്ജുവിനെ ഒപ്പം കൂട്ടി. 2018 സീസണിൽ 441 റൺസാണ് രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു അടിച്ചുകൂട്ടിയത്. 100 IPL മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ 2ാമത്തെ താരമെന്ന നേട്ടവും ഇതിനോടകം സഞ്ജുവിനെ തേടിയെത്തി. വീഴുമ്പോഴെല്ലാം കുരിശിൽ തറക്കാൻ കാത്തിരുന്നവർക്കുള്ള മറുപടിയായി ഒടുവിൽ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ക്യാപ്പ് സഞ്ജുവിനെ തേടിയെത്തി. ഉത്തരേന്ത്യൻ ലോബികൾ അടക്കി വാഴുന്ന പണക്കൊഴുപ്പിന്റെ ക്രിക്കറ്റ് മേളയിൽ ഒരു മലയാളി ക്യാപ്റ്റൻ. ക്രിക്കറ്റ് എന്നത് മലയാളികൾക്ക് അന്യമായ കായിക ഇനമാണെന്ന് യുവതലമുറ മുഴുവൻ വിശ്വസിച്ചിടത്തു നിന്നാണ് അയാൾ ഒരു IPL ടീമിന്റെ നായക പദവി അലങ്കരിക്കുന്നതെന്ന് ഓർക്കണം. സഞ്ജു സാംസൺ എന്ന മലയാളി ക്രിക്കറ്റർക്ക് വേണ്ടി ആരും എവിടെയും പാട്ടുമെത്തകൾ വിരിച്ചിരുന്നില്ല. ഒരു ഗോഡ് ഫാദറും അയാൾക്കായി വാദിച്ചില്ല. പക്ഷേ നിങ്ങൾ തോറ്റെന്ന് വിധിയെഴുതാൻ തൂലികയെടുക്കുമ്പോഴെല്ലാം അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാൾ ഫിനിക്സ് പക്ഷിയേക്കാൾ വേഗത്തിൽ കുതിച്ചുയർന്നിട്ടുണ്ടാകും. ഫിയർലെസ് ക്രിക്കറ്റർ എന്ന വിരാട് കോഹ്ലി വിശേഷിപ്പിച്ച താരമാണ് സഞ്ജു. അയാളെ അവഗണിച്ചുകൊണ്ട് തളർത്തി കളയാമെന്ന് ആരെങ്കിലും അറിയാതെ പോലും വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് കാലം തെളിയിക്കും. പേട് കെട്ടിയ കാലം മുതൽ അവഗണനകളുടെ ഗ്രീസിലാണ് സഞ്ജു എന്നും ബാറ്റ് വീശിയിട്ടുള്ളത്. കേരളത്തിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ചു വീർന്ന് നോർത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോബികളുടെ സ്വജന പക്ഷപാതത്തെ ഗ്രീസ് വിട്ടിറങ്ങി സിക്സർ പരത്തിയ മലയാളികളുടെ അഭിമാനബോധത്തിന്റെ പേരുകൂടിയാണ് സഞ്ജു സാംസൺ. അങ്ങനെയൊന്നും അവസാനിച്ചു പോകുന്ന കരിയറാകില്ല സഞ്ജുവിൻ്റെത്. ഇന്ന് കണ്ണടക്കുന്നവർക്കും വാതിൽ കെട്ടിയടക്കുന്നവർക്കും അത് മലർക്കെ തുറക്കേണ്ട നാളുകൾ വരിക തന്നെ ചെയ്യും. അയാളിലെ ബാറ്റിംഗ് പ്രതിഭ തന്നെ അതിന് മറുപടി നൽകും. ഒരു ദിവസം വരും, അന്നയാൾ നീലക്കുപ്പായത്തിന്റെ നിറസാന്നിധ്യമാകും. ഇന്നയാൾ CSKയിലേക്ക് 18 കോടിക്കാണ് ചേക്കേറിയിട്ടുള്ളത്. അതെ,
അയാൾക്ക് അവിടെയും പല കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. MS ധോണിക്ക് ശേഷം CSKയുടെ നായകൻ അയാൾ തന്നെയാകും. അയാളല്ലാണ്ട് മറ്റാരാണ്?